Good evening, sir. Yes, good evening. How are you? Good evening, sir. Okay, Fine. good evening. Good evening, sir. Good evening, sir. Okay, good evening, good evening, good evening to all. Good evening. Oh, how are you? Akila? Akila with David, David. Bhavika. Bhavika. How are you, Bhavika? How are you? Sugala. Sugona. Bhavaka Sugona. Ah, How about Ikinanda? illa. Good evening, sir. Good evening. Good evening, sir. Okay, good evening. Felicia. Good evening. This Bhava? Sugona. I am fine. Very good. Okay, okay. Your name, please. Prabha Pratiksha. What's more? Prabha Pratiksha Ramesh. Very good, very good, very good. Good name, good name. Okay. Illa. Prabha Pratiksha Ramesh, full name പറഞ്ഞതാണ്. Oh, Prabha Pratisha. Oh, very good, very good. Sir, നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് പറയാമോ? Okay, ആരംഭിച്ചാലോ? Let us start. Yes, sir. Sir, ആ യൂണിറ്റ് ഏതാണെന്ന് പറയാമോ? എടുക്കുന്ന Okay, okay, പറയാം. നേരത്തെ എടുത്തോണ്ടിരുന്നത് അതേ യൂണിറ്റ് തന്നെ. യെസ്, നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 5 ആർട്ടിക്കിൾസ് ആൻഡ് കോൺകോഡ് കഴിഞ്ഞില്ലേ? ആർട്ടിക്കിൾസ് ആൻഡ് കോൺകോഡിലെ 2 ക്ലാസ്സിൽ നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്ക് കോൺകോഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഓക്കെ, അതേ ചാപ്റ്റർ തന്നെയാണ്, യൂണിറ്റ് തന്നെയാണ്, യൂണിറ്റ് 5. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ കോൺകോഡ്? എന്താണ് കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ there is an agreement between subject and verb. ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിച്ചിരിക്കുന്ന വെർബും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. തോന്നിയ പോലെയുള്ള വാക്കുകൾ, തോന്നിയ വെർബുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. സബ്ജക്റ്റ് നോക്കിയിട്ടാണ് വെർബ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഐ കഴിഞ്ഞിട്ട് ഈസ് എന്ന് പറയൂ. ഐ കഴിഞ്ഞു കഴിഞ്ഞാല് ആം എന്നേ പറയും. കണ്ട, അപ്പൊ ആം എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കണമെങ്കിൽ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിട്ടുണ്ടാകണം. അതൊരു കണക്ഷനാണ്, ഒരു എഗ്രിമെന്റ് ആണ്. നേരെ മറിച്ച് ആമിന് പകരം നമ്മൾ അവിടെ ഈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സബ്ജക്റ്റ് ഒന്നില്ലെങ്കിൽ ഷീ ആയിരിക്കണം, അല്ലെങ്കിൽ ഹി ആയിരിക്കണം. ഇതിൽ അല്ലെങ്കിൽ സിംഗുലർ ആയ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഇത് വന്നെങ്കിൽ മാത്രമേ ഈസ് എന്ന് പറയുന്ന ഒരു വെർബ് അവിടെ വരികയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്, there is a connection between an agreement between the subject and verb. The agreement between the subject and verb, that is what is called concord. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺകോഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന വാചകത്തിന്റെ സബ്ജക്റ്റും തന്നിരിക്കുന്ന വാചകത്തിലെ വെർബും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ഒന്നുകൂടി 1-2 കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളായ വാചകം പറയുകയാണ്. രമ്യ, Yes, sir. ഓക്കെ, രമ്യ പറയുന്ന ആൻസർ സിമ്പിൾ ആണ്. ഹി ഡാഷ് റീഡിങ് എ ബുക്ക്. വാചകം ഐ വിൽ റിപ്പീറ്റ്. ഹി ഡാഷ്
റീഡിങ് എ ബുക്ക്. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. ഏതാ അവിടെ ഉപയോഗിക്കേണ്ടത്? Is. കറക്റ്റ് ആണ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്. അപ്പൊ ഈസും ആമും ആറും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോ ആമായിരിക്കും. ഹിയോ ഷീയോ സിംഗുലറോ ആ സബ്ജക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈസ് ആയിരിക്കും. യു, ദേ, വി, പിന്നെ പ്ലൂരൽ അത് വന്നു കഴിഞ്ഞാൽ ആറായിരിക്കും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്ത വാചകം പറയുന്നത് ജെസ്സി ജോസ്. നമ്മുടെ എണ്ണമൊക്കെ വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയുള്ള ജെസ്സി. 31 ആയല്ല. ഇംഗ്ലീഷ് ക്ലാസ് ജെസ്സി ഇല്ലേ? യെസ്. അമ്പിളി സജീവ്. സാബു ആൽബി ഉണ്ടോ? ഒന്ന്. Yes, sir. ഓക്കെ. അമ്പിളി ഒന്നല്ലേ? വെരി ഗുഡ്. അമ്പിളി. ഞാൻ നേരത്തെ രമ്യനോട് ചോദിച്ച വേറൊരു മോഡലൊരു ചോദ്യം ഞാനിപ്പോ അമ്പിളിയോട് ചോദിക്കുകയാണ്. ഐ ഡാഷ് ടീച്ചിങ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഐ ഡാഷ് ടീച്ചിങ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. ഈ ബ്രാക്കറ്റില് വാസ് ഉണ്ട്, വേർ ഉണ്ട്, വേണമെങ്കിൽ ഒരു ഈസും ഉണ്ട്. ഈസ്, വാസ്, വേർ ഏത് വരും അവിടെ? വാസല്ലേ? വാസല്ലേ എന്ന് പറയുന്നത് വാസാണ്. കറക്റ്റ് ആണ്. ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് യെസ്റ്റർഡേ. അപ്പോ വാസ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ വാസ് ഉപയോഗിക്കാം, ഹി വരുമ്പോൾ ഉപയോഗിക്കാം, ഷീ വരുമ്പോൾ ഉപയോഗിക്കാം, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് വാസ് ഉപയോഗിക്കാം. വേർ നമ്മൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് ദേവർ, യുവർ, വീവർ, അങ്ങനെ പ്ലൂറൽ ആയിട്ടുള്ള വരുമ്പോൾ വേറെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ there is an agreement between the subject and verb. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഐ വാസ് റീഡിങ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിലറി വെർബാണ്. മെയിൻ വെർബാണ് റീഡ്. ഓക്കെ. ഹെൽപ്പിംഗ് വെർബ് ഓക്സിലറി സഹായക്രിയയാണ് വാസ്. അപ്പോ വാസ് നമ്മൾ ഉപയോഗിക്കാൻ കാരണം ഐ സബ്ജക്റ്റ് ആയിട്ട് വന്നുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതിനൊരു വ്യക്തമായിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം. ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ് എന്നുള്ള തീരുമാനത്തിൽ നമുക്ക് എത്താം. യെസ്. ഇനി അടുത്ത ചോദ്യം ദീപനോടാണ്. ദീപയുണ്ട? ദീപ. യെസ്. ദീപ ഇല്ലാത്ത സ്ഥിതിക്ക് ശില്പ. ഞാൻ വിളിക്കുന്ന ആരും ഇല്ലാത്തതാണല്ലേ? ശില്പയും ഇല്ല. യൂണിറ്റ് 5 സ്മിത. യെസ്. ഷീബുണ്ട്. ഷീബ. Sir. ഓക്കെ. ഞാനൊരു വാചകം പറയുന്നു. ആ വാചകത്തിന്റെ കറക്റ്റ് പൂരിപ്പിക്കാനാണ്. വാചകം ഇതാ: ഹി ഡാഷ് every day. He dash every day. എന്നിട്ട് വേണ്ട ആ ഹി എന്നുള്ള സ്ഥലത്ത് രാമൻ മതി. രാമൻ ഡാഷ് every day. രാമൻ ഡാഷ് every day. ബ്രാക്കറ്റിൽ കം എന്നുണ്ട്, കോമ കംസ് ഉണ്ട്, COME. കംസ് ഉണ്ട്. ഇതുകൂടി പറയാം. എല്ലാവരും കൂടി വേണമെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. രാമൻ ഡാഷ് every day. ബ്രാക്കറ്റില് കം ഉണ്ട്, COME കം, COMES കംസ് ഉണ്ട്. ഓക്കെ. ഷീബാണെങ്കിൽ അവിടെ എന്ത് വെച്ച് പൂരിപ്പിക്കും? Comes വെച്ച് പൂരിപ്പിക്കും. എന്തുകൊണ്ടാണ് കംസ് വെക്കാൻ തോന്നാൻ കാരണം? എന്തോ എനിക്ക് അതിനോട് അതാണ് യോജിക്കുന്നതെന്ന് തോന്നി. ഓക്കെ. അപ്പോ ഓക്കെ. ഷീബയുടെ ആൻസർ കറക്റ്റ് ആണ്. ലോട്ടറി ടിക്കറ്റ് എടുത്തോ. ഭാഗ്യം ഇങ്ങനെ വന്ന് അരികത്തൊന്ന് നിൽക്കുകയാണ്. ഷീബ ഇപ്പൊ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ആദ്യം കം വെച്ച് നോക്കി, പിന്നെ ഒന്ന് കംസ് വെച്ച് നോക്കി. അപ്പൊ കം വെച്ചപ്പോ എന്തോ ഒരു കല്ല് കടിക്കുന്ന പോലെ തോന്നി. എന്താണ് കുഴപ്പമൊന്നും അറിയാൻ പാടില്ല. അപ്പൊ വേണ്ട, കംസ് ഇരിക്കട്ടെ അല്ലെ. അത് ഭാഗ്യത്തിന് ശരിയായി. നമുക്ക് ഭാഗ്യത്തിനല്ല, നമുക്കത് നിയമം അനുസരിച്ച് നമുക്ക് ശരിയാക്കാം. ഇവിടെ ശിവ പറഞ്ഞ കംസ് എന്ന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് കാരണം? ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഓക്കെ സുജാത, യു ആർ റൈറ്റ്. സബ്ജക്റ്റ് സിംഗുലർ. രാമൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഒരാളുള്ളത് എങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിന്റെ കൂടെ ഒരു എസ് കൂടി ചേർക്കണമെന്നുള്ളത്. നേരെ മറിച്ച് രാമൻ എന്നുള്ളതിന് പകരം വേറെ ദേന്നോ അല്ലെങ്കിൽ വീന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ എസ് വേണ്ട. കാരണം അവർ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്, പ്ലൂറലാണ്. അപ്പൊ എസ് വേണ്ട. ഒരാളുണ്ടെങ്കിൽ എസ് ചേർക്കണം. അതൊരു നിയമമാണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ കംസ് വരാൻ കാരണം. ശിവ, യു ആർ റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് സുജാത. സുജാത, ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. രാമൻ ആൻഡ് സീത ഡാഷ് എവരിഡേ. നേരത്തെ രാമൻ ഉണ്ടായുള്ളൂ, ഇപ്പൊ രാമൻ ആൻഡ് സീത ഡാഷ് എവരിഡേ. രാമൻ ആൻഡ് സീത ഡാഷ് എവരിഡേ. ഓക്കെ, ബ്രാക്കറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ കം ഉണ്ട്, കംസ് ഉണ്ട്. രാമൻ ആൻഡ് സീത രണ്ടും ഇഷ്ടമുള്ള ഒരു വിജയം. സുജാതക്ക് എന്ത് തോന്നുന്നു? നേരത്തെ ഷീബക്ക് തോന്നിയത് ഷീബക്ക് പറഞ്ഞു, ഭാഗ്യത്തിന് ശരിയായി. ഇവിടെ സുജാതക്ക് എന്താണ് തോന്നുന്നത്? സുജാതയുടെ മനസ്സിൽ തോന്നുന്നത് പറഞ്ഞു, ദൈവമേന്ന് വിചാരിച്ചു പറഞ്ഞു കംസ് എവരിഡേ. കംസ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുകയാണ് അഖില. അഖിലക്ക് എന്ത് തോന്നുന്നു? സുജാത പറഞ്ഞാൽ എന്തെങ്കിലും അത് കറക്റ്റ് ആണ് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ അഖിലേക്ക് നിർദ്ദേശിക്കാനുണ്ടോ? രണ്ടുപേരും പ്ലൂറൽ ആയിട്ട് വരുമ്പോ കമ്മല്ലേ വരുന്നുണ്ടാവുക? അതെ, അത് അഖില കമ്മിന്റെ ഒപ്പം നിൽക്കുകയാണ്. ഓക്കെ, യെസ്, രണ്ടുപേരും രണ്ട് വശത്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് സത്യം പറയാതെ വയ്യ. ഒരാളുടെ ശരിയാണ് ഇല്ല, അത് നമുക്കറിയാൻ പറ്റാതെ. ഒരാളുടെ ശരിയാകും, കാരണം ഒന്ന് കമ്മൊന്ന് കംസ്. അപ്പോ സുജാത ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ രാമൻ എന്ന് പറഞ്ഞപ്പോ ഒരാളെ ഉണ്ടായുള്ള സിംഗുലർ ആയിരുന്നു, ഏകവചനമായിരുന്നു. അതുകൊണ്ടാണ് എസ് ചേർന്നത്. പക്ഷെ ഇവിടെ രാമൻ ആൻഡ് സീത, രാമന് സീത, ഇവിടുത്തെ സബ്ജക്റ്റ് എത്ര പേരുണ്ട്? 2 പേരുണ്ട്, എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ പ്ലൂരലാണ്, അപ്പൊ എസ് ചേർക്കണ്ട. അപ്പൊ ഇവിടെ കം എന്നുള്ളതാണ് ശരി. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ കം എന്നെന്തോ ശരിയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേല് രാമന് മാത്രമേ ഉണ്ടായുള്ളൂ, സിംഗുലർ ആയിരുന്ന സബ്ജക്റ്റ്, ഏകവചനമായിരുന്നു, ഒരാളെ ഉള്ളൂ. ഇവിടെ രാമൻ ആൻഡ് സീത സബ്ജക്റ്റ് പ്ലൂറലാണ്, പ്ലൂറലാകുമ്പോൾ എസ് വേണ്ട. അതുകൊണ്ട് കം എന്നുള്ളതാണ് ശരി. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം വിനീത. വിനീത, വിനീതയില്ല. വിനീത, വിനീത, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. വിനീത, ഞാൻ വിനീതിനോട് അടുത്ത ചോദ്യം ചോദിക്കുന്നു. യെസ്, രാമൻ ആൻഡ് സീത, വാചകം ഞാൻ അവിടെ തന്നെ പിടിക്കുന്നത്. രാമൻ ആൻഡ് സീത ഡാഷ് ഡാഷ് going, G-O-I-N-G, dash going to forest. Raman and Sita dash going to forest. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, കോമ ആർ ഉണ്ട്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. രാമൻ ആൻഡ് സീത ഡാഷ് ഗോയിങ് ടു ഫോറസ്റ്റ്. ഓക്കെ, അവിടെ എന്ത് വെച്ച് ഫില്ല് ചെയ്യും? ആറ് വെച്ച് ഫില്ല് ചെയ്യും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വേറെ ആരാണുള്ളത്? ഷീബ അനീഷ് എന്ത് പറയുന്നു? ഷീബയും 6 ഉറപ്പിക്കുകയാണ്. എല്ലാവരും 6 സ്ഥിതിക്ക് 6 അല്ലാതെ അഭിപ്രായമുള്ള രാജ്യത്തിൽ വരുന്നത്. പേരെന്താണ്? ശരിക്കുള്ള പേരെന്താണ്?
ഈസ് പറഞ്ഞാലുള്ള ശരിക്കുള്ള പേര് പേര് ഹണി സർ, ഹണി. ഹണി. ഓക്കെ, ഹണി. ഹണി ഹണി എന്തുകൊണ്ടാണ് ഈസ് അവിടെ വെക്കാനുള്ള കാരണം? ഹണിക്ക് എന്തുകൊണ്ടാണ് തോന്നാൻ കാരണം? ഹണിനെ പ്രേരിപ്പിച്ച ചേതോവികാരം അത് പറയും. അല്ല, ഞാൻ വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ഇത് നമുക്ക് തോന്നുന്നു. അവിടെ പ്ലൂറൽ ആയതുകൊണ്ട് എന്തോ പ്ലൂറൽ ആയതുകൊണ്ട് ഞാൻ അവിടെ ഈസ് വെച്ചു അല്ലേ? അപ്പൊ നമ്മളൊരു കാര്യം ഓർത്തിരിക്കും. ഞാൻ എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പാടില്ല. അപ്പൊ നിങ്ങളിൽ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എല്ലാവർക്കും കുറച്ച് പേർക്ക്. അപ്പോ ആദ്യം നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഈസ് ആം ആർ അടിയിലടിയിൽ എഴുതി. ഈസ് ആം ആർ. ഈസ് അതിന്റെ അടിയിൽ ആം അല്ലെങ്കിൽ ആർ. ഓക്കെ ആക്കില്ല. ഈസ് ആം ആർ. എന്നിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ അതിന്റെ അർത്ഥം എഴുതിക്കോ. ആകുന്നു, ആകുന്നു, ആകുന്നു. എന്നിട്ട് ഈസിന്റെ നേരെ ഒരു ഹൈഫൺ വരച്ചിട്ട് ഹി, HE, കോമ. അറിയാൻ പാടില്ലാത്തവർ എഴുതുന്നുണ്ട് കേട്ടോ. അല്ല, അറിയാൻ പാടുള്ളവർ എഴുതണ്ട. യെസ്, ഹി, കോമ, ഷീ, കോമ, ഷീ, കോമ, സിംഗുലർ. സിംഗുലർ ഏകവചനം, ഒരാണ് സിംഗുലർ. ഓക്കെ. അപ്പൊ ഇത് 3 സബ്ജക്റ്റ് വരുമ്പോഴാണ് ഈസ് വരുള്ളൂ. ഏതൊക്കെയാണ്? സിംഗുലർ, ഒന്നിലും ഒരാള്, അല്ലെങ്കിൽ ഹി, അല്ലെങ്കിൽ ഷീ. ഇനി അതിന്റെ അടിയിൽ ആമില്ല. ആമിന്റെ നേരെ ഹൈഫൺ ഇട്ടിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഐ എന്ന്. ഐ. അതിന്റെ അടിയിൽ ആറുണ്ട്. ആറിന്റെ നേരെ ഹൈഫൺ ഇട്ടിട്ട് ദേ, കോമ, വി, കോമ, യു, കോമ, പ്ലൂരൽ, PLURAL, പ്ലൂരൽ, ബഹുവചനം, ഒന്നി കൂടുതൽ. ഇനി മാർക്ക് ചെയ്തു. അപ്പൊ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വാചകം കൂടെ എഴുതി. പറയൂ സർ, എന്തായിരുന്നു ആ ലാസ്റ്റ് ആറിന്റെ കൂടെ? പ്ലൂരൽ, പ്ലൂരൽ, PLURAL, പ്ലൂരൽ. യെസ്. അപ്പൊ ഹണി ഇനി പറ നോക്കിയേ. ഇനിയാണെങ്കിൽ ഇത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഹണി എന്ത് വെക്കും? ആറാണ് സാർ, ആറാണ്. കണ്ട, ഇപ്പൊ മനസ്സിലായല്ലോ. ഇതാണ് അവിടെ എന്തുകൊണ്ട് 6 വരാൻ കാരണം? പ്ലൂരലാണ്. പിന്നെ അവിടെ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. രാമനും ഉണ്ട്, സീതയുണ്ട്. അപ്പൊ 2ആയി, ഒന്നിൽ കൂടുതലായി. നേരെ മറിച്ച് രാമൻ മാത്രം അവിടെ ഉള്ളതെങ്കിൽ സിംഗുലർ ആണ്, ഏകവചനം. സിംഗുലർ, ഏകവചനം. പ്ലൂരൽ, ബഹുവചനം. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റക്കാണല്ലേ. നമ്മൾ ചോദിക്കാല്ലേ, വിവാഹം കഴിച്ചതാണോ? നോ, സിംഗിൾ ആണ്. സോറി, സിംഗുലർ, ഒറ്റക്കാണ്. യെസ്, റെഡി. ഇനി ഇപ്പുറത്ത് അതിന്റെ അടിയിൽ വേറെ 2 വാക്ക് എഴുതിക്കോ. അത് അടിയിലടിയിലായിട്ട് എഴുതുക. ഒന്ന് വാസ്, അടുത്തത് വേർ, WERE, വേർ. WERE, വേർ. ഓക്കെ. എന്നിട്ട് വാസിന്റെ നേരെ എഴുതുക, ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക. 2ന്റെയും അർത്ഥം ആയിരുന്നു സൈഡിൽ എഴുതിയിട്ട് ആയിരുന്നു. മറ്റേത് ആകുന്നു, ഇത് ആയിരുന്നു, ആയിരുന്നു. ഓക്കെ. എന്നിട്ട് ആയിരുന്നു, ഐയുടെ നേരെ ഒരു ഹൈഫൺ, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഐ, കോമ, ഐ, കോമ, അല്ല സോറി, വാസിന്റെ നേരെ ഹൈഫൺ ഇട്ടിട്ട് ഐ, കോമ, ഹി, കോമ, HE, ഹി, കോമ, SHE, ഷീ, കോമ, സിംഗുലർ. സിംഗുലർ എന്നുള്ളതിന് യെസ്, INGULAR, സിംഗുലർ, ഏകവചനം. അതിന്റെ അടിയിൽ വേറിന്റെ നേരെ എഴുതുക. യു, കോമ, ദേ, കോമ, THEY, ദേ, കോമ, വി, WE, വി, കോമ, പ്ലൂരൽ, PLURAL, പ്ലൂരൽ, ബഹുവചനം. ഓക്കെ. യെസ്. ഇപ്പൊ പിടി കിട്ടിയല്ലോ. ആയിരുന്നു എന്നർത്ഥം വരുന്ന വാക്ക് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് അതിനകത്ത് നോക്കാം. ആകുന്നു എന്നർത്ഥം വരുന്ന സംഭവങ്ങൾ അതിനകത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇത് പിടി കിട്ടി. യെസ്. ഇനി ഇതിന്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ. ശ്രുതി ഉണ്ട്. ശ്രുതിയില്ല. സജന ഇല്ല. സിയ
ഹേമ, ഹേമ, ജാൻസി, സൈനു, സൈനു എന്ത് പറ്റി? യെസ്, ഓക്കെ. ഇനി എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് തീർന്നു, അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരാൾ ഞാൻ വിളിക്കുകയാണ്. സിജി സാമ്പുവൻ. സിജി, ഓക്കെ ഓക്കെ ഓക്കെ. സിജിയോടാണ് ചോദ്യം കേട്ടോ. സിജി ആകുമ്പോൾ വളരെ സ്പഷ്ടവും കൃത്യവുമായ മറുപടി പറയുന്ന കുട്ടിയാണ്. യെസ്, ഞാൻ പറയുന്ന വാക്ക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിനൊന്ന് പൂരിപ്പിച്ചാൽ മതി. എഴുതിക്കോ. ബ്രെഡ്, BREAD, ബ്രെഡ് ആൻഡ് ബ്രെഡ് ആൻഡ് ബട്ടർ, BUTTER, ബട്ടർ dash good for GWOD, good for breakfast. Okay, I will repeat the question. Bread and butter dash good for breakfast. Bracketly is comma R, ARE, R is comma R. Okay, CG പൂരിപ്പിച്ചേ. ഷീബൂടെ ആറ് പറഞ്ഞിട്ട് CG എന്നാണ് ഈസ് പറഞ്ഞത്. ഈസാണ്, ഉറപ്പിച്ചോ? മാറ്റി പറയണ്ട. ഈസ് തന്നെയാണ്. അപ്പൊ CG ഈസിൽ നിൽക്കുന്നു. ഷാജിദ പറയുന്നു ആറാണെന്ന് പറയുന്നു. അഖില പറയുന്നു ഈസാണെന്ന് പറയുന്നു. അമ്പിളി പറയുന്നു ഈസാണെന്ന് പറയുന്നു. യെസ്. ജിഷ പറയുന്നു ഈസാണെന്ന്. അലീഷ പറയുന്നു ഈസാണെന്ന്. സുജാത പറയുന്നു ആറാണെന്ന്. യെസ്. നിഷ പറയുന്നു ആറാണ്. അതങ്ങനെ വരട്ടെ, മാറി മാറി വരട്ടെ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ തന്നെ ഉറപ്പിക്കും. ഞാൻ ഇന്ന പക്ഷത്താണ് ഉറപ്പിക്കും. ഉറപ്പിച്ചാ? ഉറപ്പിച്ചു. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഉത്തരത്തിലോട്ട് വരാം കേട്ടോ. കാരണം നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞു. യെസ്. അപ്പോ രശ്മി ഓക്കെ. എന്തുകൊണ്ട് സുഖമല്ലേ? ഓക്കെ രശ്മി. അപ്പൊ എന്തുകൊണ്ടാണ് രശ്മി ഇവിടെ 6 പറഞ്ഞത്? എന്താണ് രശ്മിയുടെ പേര്? ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതലില്ലേ? അപ്പൊ 6 വരില്ലേ? ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഇത് രശ്മിയുടെ നിഷ്കളങ്കമായ ഒരു മനസ്സാണ്. അപ്പൊ നമ്മളൊരു വഴി ഇങ്ങനെ തെളിച്ചിട്ട് കഴിഞ്ഞാൽ ആ വഴിയിലൂടെ തന്നെ വരും. കാരണം എന്താണെന്ന് വെച്ചാല് രശ്മി ചിന്തിച്ചു, എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ രശ്മി ചിന്തിച്ചു. എന്താണ്? ബ്രെഡ് ഉണ്ട്, അതൊരല്ല. പിന്നെ എന്തുണ്ട്? ബട്ടർ ഉണ്ട്. രണ്ടും കൂടി രണ്ടെണ്ണം ഉണ്ട്. ബ്രെഡ് മാത്രമാണ് ഞാനവിടെ ഈസ് പറഞ്ഞാല്. പക്ഷെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞപ്പോ 2 ഐറ്റം ഉണ്ടല്ലോ. ഇനി ഇങ്ങനെ ഇംഗ്ലീഷില് ചില വാക്കുകൾ കാണുമ്പോൾ 2 എണ്ണമായിട്ട് തോന്നുമെങ്കിലും സിംഗുലർ ആയിട്ട് പരിഗണിക്കേണ്ട ചില വാക്കുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ബ്രെഡ് ആൻഡ് ബട്ടർ. നമ്മൾ മലയാളീസിന്റെ സ്റ്റൈലിൽ നിന്ന് ചിന്തിക്കരുത്. ഇംഗ്ലീഷുകാർ ബ്രെഡ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ബട്ടർ ഉണ്ട്. ഇത്തവണത്തെ ബട്ടർ ഇല്ല. അപ്പൊ എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ പോലെ എവിടെ ബ്രെഡ് ഉണ്ടോ അവിടെ എന്തുണ്ട്? ബട്ടർ ഉണ്ട്. അപ്പൊ അത് രണ്ടും 2ആയിട്ട് തോന്നുമെങ്കിലും അത് രണ്ടും 2ആയിട്ട് പരിഗണിക്കരുത്, ഒന്നായിട്ട് പരിഗണിക്കണം. ഇത് ഒരു എക്സെപ്ഷൻ. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ അവിടെ ഈ 6 അല്ല വരിക, ശരിക്കും വരുന്നത് എന്താണ്? ഈസാണ്. അപ്പൊ 6 എന്ന് ചിന്തിച്ചവര് ഇനി ചിന്തിക്കുക, ഇത് കാര്യശ്ശേരി നേരത്തെ സാറ് പറഞ്ഞ പോലെ രാമനാന്റെ സീത പോലെ അല്ലേ ഇത് വേറെ സ്റ്റൈലാണ്. ഇതൊരു എക്സെപ്ഷൻ കേസാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചില എക്സെപ്ഷൻസ് ഉണ്ടാവില്ല. അത് അങ്ങനെയാണെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ബ്രെഡ് ആൻഡ് ബട്ടർ അങ്ങനെയാണ്. ഓക്കെ.
അപ്പൊ അവിടെ എന്താ വരുന്നത്? ഈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ് സൈഡിൽ എഴുതി വെച്ചോ. സായിപ്പ് ബ്രെഡ് കഴിക്കുമ്പോൾ എപ്പോഴും ബട്ടർ ഉണ്ടാവും. നമ്മളങ്ങനെയല്ല. ബ്രെഡ് മേടിച്ച ചിലപ്പോൾ ജാമ് കിട്ടും, ചിലപ്പോൾ ഇറച്ചിയുടെ ചാറിൽ മുക്കി കഴിക്കും, ചിലപ്പോൾ സാമ്പാറിൽ മുക്കി കഴിക്കും. അത് തോന്നിയ പോലെയാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെ? നമ്മുടെ ഭക്ഷണത്തിന്റെ രീതി തന്നെ തെറ്റാണ്. യെസ് രശ്മി, ആർ യു വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ? നോൺ വെജ് ആണ്. ഓക്കെ. അപ്പൊ രശ്മി ഒരു സദ്യക്ക് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വിചാരിക്കും. രശ്മി ആദ്യം ഏതാ കഴിക്കുക? ചിക്കൻ കഴിക്കും. രണ്ടാമത് എന്ത് കഴിക്കും? മട്ടൻ. യെസ്. മൂന്നാമത് എന്ത് കഴിക്കുള്ളൂ? ബീഫ് എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് എടുക്കുള്ളൂ? എഗ് എടുക്കുള്ളൂ, അല്ലേ? ശരി. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചിന്തിച്ചു, ശരിക്കും ഒരു നേരം ഒരു ടൈപ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ പാടില്ല ഭക്ഷണം. ഇറച്ചി കഴിക്കാൻ ഒരു ഇറച്ചിയെ കഴിക്കുക. നമ്മള് അതിന് നോക്കാറുന്നില്ല. അത് ഒറ്റ പ്ലേറ്റ്, ഇത് അര പ്ലേറ്റ് പറഞ്ഞ ഒരു ഇറച്ചി. അതായത് നിങ്ങൾ മട്ടൻ മാത്രം എടുത്താൽ മതി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വൈകുന്നേരം കഴിക്കുമ്പോൾ അടുത്ത് ഫുഡ് എടുക്കാവും. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ചില ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കും, ചില ആൾക്കാർ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. രശ്മി ഏത് കൊടുത്തിപ്പെട്ടാണ്? ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം. കാരണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ജീവിക്കണം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതൊക്കെ പോകട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ അത് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും എന്തായിട്ട് പരിഗണിക്കണം? സിംഗുലർ ആയിട്ട് പരിഗണിക്കണം. നിങ്ങൾ കേട്ടിട്ടൊരു പ്രോവർബ് ഉണ്ട്, പയ്യെ തിന്നാൽ പനയും തിന്നാം. അതിന്റെ ഇംഗ്ലീഷ് പറയുമ്പോൾ എന്താ പറയും? സ്ലോ ആൻഡ് സ്റ്റഡി. രണ്ടാണ്, സ്ലോ ആൻഡ് സ്റ്റഡി. വിൻ എന്ന് പറയില്ല, വിൻസ്. സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. നേരത്തെ കംസ് എഴുതിയില്ല നമ്മൾ, സിംഗുലർ വന്നപ്പോ രാമൻ കംസ് അല്ല, സിംഗുലർ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാ പറയാ. വിൻ ദ റേസ് എന്നല്ല, വിൻസ് ദ റേസ്. അപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ളതും നമ്മൾ എന്തായിട്ട് വിചാരിക്കണം? സിംഗുലർ ആണെന്ന് വിചാരിക്കണം. ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് നമ്മൾ എന്താണെന്ന് വിചാരിക്കണം? സിംഗുലർ ആണെന്ന് വിചാരിക്കണം. ഇനി ഇതുകൂടെ സാമ്യം നിൽക്കുന്ന വേറൊരു കാര്യം പറയാം, ബ്രാൻഡി ആൻഡ് സോഡ. അത് കഴിഞ്ഞാല് ഈസ് വരൂ, ആറ് വരൂ? ഈസ വരുള്ളൂ. കാരണം ഇത് രണ്ടും ഒരുമിച്ചാണ് വിചാരിക്കണം. ബ്രാൻഡി കഴിക്കുമ്പോൾ സോഡ മസ്റ്റാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മദ്യപിക്കുമ്പോഴാണ് അറിയാൻ പാടില്ലാതെ പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം, അങ്ങനെ ആ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ സായിപ്പ് മദ്യപിക്കുന്നത് കാണുമ്പോൾ ഓക്കെ 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 ഓക്കെ. അഖില വേറൊരു ഉദാഹരണം പറഞ്ഞു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ നമ്മളിരിക്കും ബ്ലാക്ക് ഒരു കളർ, വൈറ്റ് വേറൊരു കളർ. അപ്പൊ രണ്ട് കളറില്ലേ? എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കളറാണെന്ന് വിചാരിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. രണ്ട് കളർന്ന് വിചാരിക്കേണ്ട, ആ സിംഗുലർ ആയിരുന്നു നമ്മൾ വിചാരിക്കും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദ്യം വരുമ്പോ ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ്, അവിടെ ഈസും ഉണ്ടാവും, ആറും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുന്നത് രണ്ടും രണ്ടായിട്ട് തോന്നുമെങ്കിലും ഇവിടെ ഈസാണ് ശരിയെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഞാനിപ്പോ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. അതായത് സബ്ജക്റ്റും വെർബും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതിനെയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. പ്ലൂറൽ ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു, സിംഗുലർ ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നു, ചില വാക്കുകൾ പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത് പ്ലൂറലായിട്ട് പരിഗണിക്കരുത്, സിംഗുലർ ആയിട്ട് പരിഗണിക്കണം. അത് നമ്മൾ പഠിച്ചു. അതിൻ്റെ അകത്തൊന്ന് നേരത്തെ അഖില പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രാൻഡി ആൻഡ് സോഡ, സ്ലോ ആൻഡ് സ്റ്റഡി, റൈസ് ആൻഡ് കറി. ചോറുണ്ട കറിയുണ്ട്, ചോറും കറിയും. അതൊക്കെ സിംഗുലർ ആണോ? കേട്ടോ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ സിംഗുലർ ആയിട്ട് പരിഗണിക്കേണ്ടതായിട്ട് ഉണ്ട്. യെസ്. ഇനി പറയൂ സാർ, ചെക്കായി പോയി. ഇപ്പൊ പറഞ്ഞ സിംഗുലർ വേർഡ്സ് ഒന്നുകൂടി പറയാ, ചെക്കായി പോയി. ഓക്കെ ഓക്കെ ഓക്കെ. ആ വാക്കുകളല്ലേ
bread and butter, comma, brandy and soda, bread and butter, comma, brandy and soda. And the slow and steady, S-T-E-A-D-Y, slow and steady, S-T-E-A-D-Y, comma, black and white, black and white. Yes. Okay. ഇനി ഞാൻ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത് വെർബ് അല്ലേ? വെർബ് ആണോ സ്ലോ ആൻഡ് സ്റ്റഡി? സ്ലോ ആൻഡ് സ്റ്റഡി, അതെ, അതിപ്പോ വെർബാണ്. സാവകാശം പയ്യെ തിന്നാൽ പനിയുന്നില്ല എന്ന് പറയില്ലേ? സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള രണ്ടും സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സാവകാശം, കൃത്യതയോടുകൂടി, സ്ലോ ആൻഡ് സ്റ്റഡി. യെസ്. ഇനി ഞാൻ നിങ്ങളുടെ ഇനി അടുത്തത് ആരാണ്? ഒരാളെ വിളിക്കാം. CG കഴിഞ്ഞു കഴിഞ്ഞാല് അലൈന കൃഷ്ണ, അലൈന, അലീഷ, അലൈന റെഡിയാണ്. ഓക്കെ, അലൈന, ഞാനൊരു വാചകം പറയാം, ഒന്ന് എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ കേട്ടോ. അലൈന എഴുതിക്കോ. The secretary, S-E-C-R-E-T-A-R-Y, secretary, the secretary, and treasurer, T-R-E-A-S-U-R-E-R. I will repeat. The secretary and treasurer of the committee, C-O-M-M-I-T-T-E-E, committee, dash, present, P-R-E-C-N-T, present in the meeting, present in the meeting. I will repeat the question. The secretary and treasurer of the committee dash present in the meeting. Bracket ഇരിക്കും. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, കോമ, ഈസ്, കോമ, ആർ, A-R-E, ആർ, ഈസ്, ആർ. ഓക്കെ. അലൈന ആണെങ്കിൽ അവിടെ എന്ത് വെച്ച് ഫില്ല് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി, ട്രഷറർ എന്ന് പറഞ്ഞാൽ ഖജാൻജി. എന്തുകൊണ്ട് ഈസ് രണ്ടുപേരില്ല അവിടെ? എന്താ ഈസ് വെക്കാൻ കാരണം? ഓക്കെ, അലൈന അവിടെ നിൽക്കട്ടെ. ഓക്കെ, അലൈന ഈസ് പറഞ്ഞു. ഇനി ബാക്കിയുള്ളവർ ചിന്തിച്ച് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞ്. അപ്പൊ സിജി പറയുന്ന ആറിന്ന്, അഖില പറയുന്ന ഈസെന്ന്, സൗമ്യ വിനോദ് പറയുന്ന ആറിന്ന്, ജയസി ആറ്, ഈസ്, അമ്പിളി പറയുന്നു, ജയശ്രീ പറയുന്നു, സ്മിത പറയുന്നു, ജെറോം പറയുന്നു 6, രമ്യ പറയുന്നു 6 പറയുന്നു ഹസീന, നിഷ പറയുന്നു ഈസ്, ജിഷ പറയുന്നു ഈസ്. ഓക്കെ, ഇത് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. ഇതിനകത്തെങ്കിലും സ്ഥലത്ത് നമ്മൾ ഉറപ്പിക്കണ്ടേ? ഹസീന, how are you? I am fine. Very good. Okay, ഹസീന പറയുന്നു 6 ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹസീന 6 വെച്ചത്? അത് രണ്ടും ഒരു കമ്മിറ്റിയിലെ 2 പൊസിഷൻ അല്ലേ? ഒരു ട്രഷറർ, ഒരു സെക്രട്ടറി. ഒന്ന് സെക്രട്ടറിയാണ്, ഒന്ന് ആരാണ്? ട്രഷറർ. 2 പൊസിഷനാണ്. ഓക്കെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കി, ഇവിടെ ഹസീന നല്ല ശുദ്ധ മനസ്കയായ ഒരു ആളായതുകൊണ്ട് ഹസീന നേർവഴിക്ക് ചിന്തിച്ചു. നേരത്തെ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞപ്പോൾ 2 ഐറ്റം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. കാരണം ചിലവരൊക്കെ നല്ല മനസ്സുള്ള ആളുകളാണ്. യെസ്, ഇതിന്റെ അകത്ത് ഒരു കുഴപ്പം കിടപ്പുണ്ട്. യെസ്, ഓക്കെ, ശ്രദ്ധിച്ചോട്ടെ. ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ
അതായത് ഇവിടുത്തെ ഇതിന്റെ അർത്ഥം സെക്രട്ടറിയും ട്രഷറുമായ ആള്. അപ്പൊ ട്രഷറി സെക്രട്ടറി എന്ന് പറയുന്ന ആളും ട്രഷറർ എന്ന് പറയുന്ന ആളും ഇവിടെ ഒരാളാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, അതെങ്ങനെയാണ് സാറേ, രണ്ടു പേരുണ്ടല്ലോ. അങ്ങനെ രണ്ടു പേരാകണമെങ്കിൽ അത് വരേണ്ട വാചകം എങ്ങനെയെന്നറിയാമോ? ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്ന് പറയും. ദി എന്ന് പറയുന്ന വേർഡ് ആർട്ടിക്കിള് ആ ട്രഷറുടെ മുമ്പിൽ വന്നെങ്കിൽ രണ്ടും രണ്ടുപേരാവുള്ളൂ. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നോക്കാണ്ട് എന്തോരം ഞങ്ങള് അംഗം കാണിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ ദി സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ എന്ന് പറയുമ്പോ ഓക്കെ സിജി, രണ്ടുപേരാണ്. നേരെ മറിച്ച് ദി സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപോലാണ്. സെക്രട്ടറിയും ചിലപ്പോ ട്രഷറിയുടെ ചാർജ് ചിലപ്പോ സെക്രട്ടറിക്ക് ഉണ്ട്. ട്രഷററുമായിട്ടുള്ള ആള് എന്തിനു വന്നിട്ടുണ്ട്? മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. ഓക്കെ അലൈന? അപ്പൊ അവിടെ എന്ത് വരും? നമുക്ക് ഈസ് വരും, ആറ് വരും, വരും. അലൈന അങ്ങനെ ആലോചിച്ച് പറഞ്ഞതാണ്, അല്ലെങ്കിൽ വെറുതെ കറക്കി അടിച്ചാലോ? ആലോചിച്ച് പറഞ്ഞതാണ് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഇന്റലിജന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. ഇത് രണ്ട് വാക്കുണ്ട്, എന്തെങ്കിലും ഒരു ഉടക്ക് പിന്നെ ഇത് വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈസ് പറയാ. ഈസ് ആയിരിക്കുള്ളൂ കറക്റ്റ്. എന്റെ നോട്ടത്തിന് ശരി ആറാണ്, എന്നാലും ഈസ് എടുക്കട്ടെ. അങ്ങനെ വിചാരിച്ചാലോ? അങ്ങനെ വിചാരിച്ചതല്ല അലീന വളരെ ചിന്തിച്ച് പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കണം. നേരെ മറിച്ച് ദ സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ രണ്ടുപേരായി. ഓക്കെ, ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ രണ്ടും ഒരാളാണ്. അപ്പൊ അവിടെ എന്താണ് കറക്റ്റ് വരിക? ഈസ് ആണ്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ കുറിച്ചിട്ടോ? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം ചോദിക്കുന്നത് അടുത്ത ആളോടാണ്. ദി സെക്രട്ടറി, അടുത്ത ദി സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ, the secretary and the treasurer of the committee dash present in the meeting, dash present in the meeting. അപ്പോ ജയശ്രീ, പറഞ്ഞോളൂ. ഇതിന്റെ കറക്റ്റ് നോക്കിയിട്ട് സാർ, ഇതിന്റെ അവിടെ ദ സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ, സോ അത് രണ്ടും രണ്ട് പേഴ്സൺ ആയിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എനിക്ക് അത്രയും മതി. നിങ്ങൾക്ക് സംഗതി പിടികിട്ടിയില്ലേ? അത് മതി എനിക്ക്. ഓക്കെ, ഇനി നിങ്ങൾ ഇത് മറക്കൂല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. നമുക്കൊരാളെ വിളിക്കാം. അപ്പോ ഞാൻ നിഷ. ഓക്കെ, എഴുതിക്കോട്ടെ. എല്ലാവരും എഴുതിക്കോ. നിഷ, നിങ്ങളുടെ ചോദ്യം നോക്കണം. എഴുതിക്കോ. മൈ അങ്കിൾ, UNCLE, അങ്കിൾ and guardian, GUARDIAN. My uncle and guardian dash coming to school, ബ്രാക്കറ്റില് ഈസ് കോമ ആർ, ARE, R. Okay, I will repeat the question. My uncle and guardian dash coming to school. Is in the R and Agilada ഉത്തരം കണ്ടു. Yes. ഈസ് എന്ന് പറയുന്നു. നിഷക്ക് പറഞ്ഞു. നിഷയുടെ ആൻസർ നിഷ പറഞ്ഞാൽ മതി, വേറെ ആരെയും നോക്കണ്ട.
6. ഓക്കെ ഓക്കെ ഓക്കെ. അമ്പിളി, ജയശ്രീ, ജെറ്റില, അവരൊക്കെ ഈസാണ്. താഷിഫ, സ്മിത ഈസാണ്. താഷിഫ, ഷഫീന, ജിഷ ഈസാണ്. ഓക്കെ 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 റെഡി. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഈ നിങ്ങളത് മറക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റിയ ജിഷ 6ലാണ്. ഓക്കെ ഓക്കെ. അങ്കിൾ എന്ന് പറഞ്ഞാൽ അങ്കിള്, ഗാഡിയൻ എന്ന് പറഞ്ഞാൽ രക്ഷകർത്താവ്, അല്ലെങ്കിൽ രക്ഷകർത്താവ് ഗാഡിയൻ. അപ്പോ എന്തുകൊണ്ടാണ് നിഷ 6 എന്ന് പറഞ്ഞത്? 2 പേരോട് എന്റെ പേരിലല്ലേ? മൈ അങ്കിൾ ആൻഡ് ഗാഡിയൻ. എന്റെ ഈ സൈഡിന്ന് സാറേ എന്റെ അങ്കിളും ഗാർഡിയനുമായ ആളെന്നല്ലേ വരുന്നത്. അപ്പോ ഈസല്ല പറയേണ്ടത്. പക്ഷെ നിഷ 6 എന്നല്ല പറഞ്ഞത്. അതെ ഞാൻ വല്ല ഇപ്പളാ ചിന്തിച്ചു. ഓക്കെ. അപ്പൊ നിഷ മാറ്റി പറഞ്ഞു. കാല് മാറി. നിഷ നോക്കിക്കഴിഞ്ഞപ്പോ ധാരാളം ആളുകൾ ഈസിന്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെയല്ല, പുറകെ കുറച്ചു പേരേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരില് ഒന്ന് മാറ്റി ചോദിച്ചല്ലേ. ഓക്കെ. അപ്പൊ നിഷ മാറ്റി. ഇനി 6 എന്ന് പറഞ്ഞതിന്റെ അകത്ത് ആരാണ്? 6 എന്ന് പറഞ്ഞ ഒരാളൊന്ന് നിങ്ങൾ എങ്ങനെ? അയ്യോ, ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് ചമ്മി നിൽക്കല്ലേ. ഓക്കെ, ഞാൻ 6 എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടാണ്. എനിക്കത് എന്താണെന്ന് പിടികിട്ടിയില്ല. അപ്പൊ എന്റെ നോട്ടത്തിൽ 6ആണ്. അങ്ങനെ പറ്റും. യെസ്. ആരാണ് ഇങ്ങനെ വരുന്നത്? ആരുമില്ല. അപ്പൊ ഞാൻ തന്നെ പറയാം. യെസ്, നോക്കാട്ടോ. നോക്കി, ഇവിടെ നിഷ പറഞ്ഞത് കറക്റ്റാണ്. അതായത് എന്റെ അങ്കിളും ഗാർഡിയനുമായ ആള് കോളേജിലേക്ക് വരുന്നത്. അപ്പൊ ഒരാളാണ് 2 പേര്. അദ്ദേഹം എന്റെ അങ്കിളാണ്, അദ്ദേഹം തന്നെയാണ് എന്റെ ഗാർഡിയനും. അപ്പൊ അങ്ങനെയുള്ള രക്ഷകർത്താവ് എന്ന് പറഞ്ഞ സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി ഏത് സ്കൂളിൽ പഠിക്കുന്നു, പക്ഷെ നമ്മുടെ സ്ഥലത്തില്ല, വിദേശത്താണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഗാർഡിയന്റെ റോളിൽ ലോക്കൽ ഗാർഡിയൻ കൊണ്ട് വേറൊരാളെ പേര് കൊടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഗൾഫിലുള്ള ആൾക്ക് വരാൻ പറ്റില്ല. അപ്പൊ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു നമുക്ക് ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. അങ്കിൾ ആൻഡ് ഗാർഡിയനും ആവാം. ഈ ഒരു കണ്ടീഷൻ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നിന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, അങ്കിളും ഗാർഡിയൻ. അപ്പൊ നിഷ, ഇത് ഇവിടെ 2 പേരാകണമെങ്കിൽ ഈ സെന്റൻസ് എങ്ങനെ വരണമായിരുന്നു? 2 പേര്. ഇപ്പൊ നിഷ പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു ദി സെക്രട്ടറി, ദി ട്രഷറർ എന്ന് പറയുമ്പോൾ 2 ആണ്. അതുപോലെ ഞാൻ നിഷയോട് ചോദിക്കുകയാണ്, ഇവിടെ ഇപ്പോ നിഷ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഞാൻ സമ്മതിച്ചു. ഐ ഗിവ് യു ഫുൾ മാർക്ക്, ഫുൾ A+ തന്നിരിക്കുന്നു. ഇവിടെ ആദ്യത്തേല് ഇല്ല. ഓക്കെ, ദി ഗാർഡിയൻ എന്നാണ് പറഞ്ഞത്. അപ്പോ അമ്പിളി പറയുന്നു ദി ഗാർഡിയൻ എന്ന് പറയുന്നു. നമ്മൾ ആദ്യത്തേല് ദി ഇല്ല, മൈ ആണ് വന്നേക്കണം. മൈ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ അഖില. അപ്പൊ നോക്കിയേ, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. അപ്പൊ 2 പേരായി കേട്ടാ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, എന്റെ അങ്കിളും എന്റെ ഗാർഡിയൻ. അപ്പൊ 2 ആയി. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈസ് ഉപയോഗിക്കരുത്. അവിടെ എന്ത് ഉപയോഗിക്കണം? 6 ഉപയോഗിക്കണം. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അടുത്ത വാചകം അങ്ങനെ എഴുതാം. എഴുതിക്കും, മൈ അങ്കിൾ and my guardian dash coming to school. ബ്രാക്കറ്റില് ഈസ് കൊടുക്കുക, 6 കൊടുക്കുക. ഡാഷ് കമ്മിങ് ടു സ്കൂൾ, ബ്രാക്കറ്റിൽ ഈസ് കൊടുക്കുക, 6 കൊടുക്കുക. യെസ്. ഓക്കെ. അപ്പൊ അവിടെ എന്ത് വരും? മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഞാൻ ആരോടും ചോദിക്കുന്നില്ല, അവിടെ 6 വരും. ഓക്കെ ഓക്കെ. എന്തുകൊണ്ട് 6 വന്നു എന്നുള്ളത് ഒന്ന് ഓർത്തിരുന്നേക്കാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സ്മിത ജനോ, ഓക്കെ ഓക്കെ ഓക്കെ. സ്മിത, അടുത്ത ചോദ്യം സ്മിതയോടാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിക്കോ. സുനിത
Sunida or her sisters, SISTERS, sisters dash going to സാർ ഒന്നുകൂടി പറയും. okay. Sunida or her sisters dash going to a film. Dash going to a film. Dash going to a film. Okay. Bracket is und R und bracket is comma R. Okay. നമ്മുടെ ആരാണ് സ്മിത ജെറോം അല്ലേ? ഓക്കെ. സ്മിതക്ക് ഇഷ്ടമുള്ള പൂരിപ്പിച്ചു കേട്ടോ. നോക്കി ചോദ്യം സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. സുനിത അല്ലെങ്കിൽ അവളുടെ സഹോദരിമാര് സിനിമയ്ക്ക് പോവുകയാണ്. അഖില 6 വെച്ചു. യെസ്. ഹണി 6 വെച്ചു. ലിനു 6, ഷൈഗ ഈസ്, ജിഷ 6, അലീഷ 6, ജിത്തില 6, ജയശ്രീ 6. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? സ്റ്റക്ക് ആയിട്ട് കേട്ടില്ല. ഓക്കെ പറയാം. സുനിത or her sisters dash going to a film. ഉസൈല ഈസ് പറയുന്നു. സർ സുനിത ആൻഡ് ഹെർ സിസ്റ്റർ എന്നാണോ? ഓൾ ഹെർ എന്തായിരുന്നു സർ? സുനിത ഓർ അല്ലെങ്കിൽ ഓറാണ് ആൻഡ് അല്ല ഓർ അല്ലെങ്കിൽ ഉസൈല. ഓക്കെ. അപ്പൊ സ്മിത ഒരു മിനിറ്റ്. സ്മിത അപ്പൊ പറഞ്ഞേക്കണത് ഈസാണ് അല്ലെ? അല്ല ആറാണ് അല്ലെ? ഓക്കെ. ഹർ സിസ്റ്റർ ആണോ സിസ്റ്റേഴ്സ് ആണോ? സിസ്റ്റേഴ്സ്. യെസ്. അപ്പൊ സ്മിതയുടെ ആൻസർ കിട്ടി. ഇനി ഉസൈല. ഹൗ ആർ യു? ഇവിടെ ഓർ വന്നതുകൊണ്ട് ഏതെങ്കിലും ഒരാളല്ലേ ഉള്ളു? ചോദിക്കാനില്ല. അത് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഈസാണ്. മൈ അങ്കിൾ മൈ ഗാർഡിയൻ വരുമ്പോഴാണ് 6 വരുന്നത്. ഓക്കെ. ഉസൈല എന്താണ് ഇവിടെ പറഞ്ഞത്? ഓർ വന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്നല്ലേ ഉള്ളൂ? സുനിത അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്. ഏതെങ്കിലും ഒന്നേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, ഈ ഉസൈലോട് ചോദിക്കുകയാണ്. അവിടെ സുനിത ഓർ ഹെർ സിസ്റ്റേഴ്സ് എന്നുള്ളതിന് പകരം എഴുതണ്ട, വിചാരിച്ചാൽ മതി. പകരം സിസ്റ്റർ എന്നാണ് ചോദിക്കും. ഒരാളേ ഉള്ളൂ, സിസ്റ്റേഴ്സ് ഇല്ല, സിസ്റ്റർ എന്നാണ് ചോദിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ചിന്തിച്ച് ആലോചിച്ച്, സുനിത ഓർ ഹെർ സിസ്റ്റർ ആണെങ്കിൽ അവിടെ എന്ത് വരുമായിരുന്നു? ഈസ് വരുള്ളൂ. ഓക്കെ. യെസ്. അപ്പൊ നമുക്കിനി ഈസ് വരുള്ളൂ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഞാൻ ഇനി അതിന്റെ വിഷയത്തിലോട്ട് വരാം. ഈ ഓർ എന്ന് പറയുന്ന വേർഡ് അത് എപ്പോഴും ശ്രദ്ധിക്കാനൊരു സാധ്യത. ഈ ഓർ എന്ന് പറയുന്ന വേർഡ്, കാരണം ഓർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ, 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് നടുക്കൊരു ഓർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഓറ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്റ്റെ പരിഗണിക്കാവൂ. സബ്ജക്റ്റായിട്ട് ആദ്യം വന്ന് പരിഗണിക്കരുത്. ഇപ്പൊ നമ്മളിപ്പോ നിലവിലുള്ള വാചകം നോക്കാം. സുനിത ഓർ അല്ലെങ്കിൽ
അവളുടെ സിസ്റ്റേഴ്സ്, സഹോദരിമാരുടെ. ഹെയർ സിസ്റ്റേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, സുനിത അല്ല. ഓർ ഉണ്ടെങ്കിൽ ഓർ കഴിഞ്ഞതിന് ശേഷം വരുന്നതേ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ. അപ്പൊ ഇവിടെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ആ എന്ന് പറയുന്നത് കറക്റ്റാണ്. നേരെ മറിച്ച് സുനിത ആൻഡ് ഹെയർ സിസ്റ്റർ എന്നാണെങ്കിൽ, ആൻഡ് അല്ല, സുനിത ഓർ ഹെയർ സിസ്റ്റർ എന്നാണെങ്കിൽ ഒരാളേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കരുത് സുനിതയും അവരുടെ സഹോദരി എന്ന് വിചാരിക്കരുത്, സുനിത ഓർ ഹെയർ സിസ്റ്റർ. അപ്പൊ അവിടെ ഈസ വരുള്ളൂ. ഡൗട്ട് ക്ലിയർ ആക്കി തരാം. അപ്പൊ ഇതിന്റെ ആൻസർ എഴുതി, സുനിത ഓർ ഹെർ സിസ്റ്റേഴ്സ് ആർ ഗോയിങ് ടു ഫിലിം. അവിടെ നിങ്ങൾ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടേ, ഓർ വന്നു കഴിഞ്ഞാൽ ഓറിന് ശേഷം വരുന്നതേ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ എന്ന് എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ട്. ഓർ വന്നു കഴിഞ്ഞാൽ ഓറിന് ശേഷം വരുന്നത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കാവൂ എന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ചിട്ട്. ഓക്കെ, പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു വാചകം എഴുതാം. എഴുതിക്കും, സുനിത or her sister dash Sunita or her sister dash going to a film. Yes. ബ്രാക്കറ്റിൽ എന്ത് എഴുതുക, ഈസ് എഴുതുക, ആർ എഴുതുക. ഈസ് എഴുതുക, ആർ എഴുതുക. എഴുതിയില്ലേ? ഓക്കെ, പൂരിപ്പിച്ചോളൂ. ഈസ് അല്ലേ? ഈസ് എന്നുള്ള നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആണ്. കാരണം എന്താണ്, ഓറ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് ഹെയർ സിസ്റ്റർ എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ ഈസ് നമുക്ക് പറയാം. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് കോൺകോഡ് അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് പിടികിട്ടിയല്ലോ. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞു സിംഗുലർ സബ്ജക്റ്റ് എന്തൊക്കെയാണ്, പ്ലൂറൽ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ചില സംഗതികൾ പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അത് സിംഗുലർ ആയിട്ട് ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ അകത്ത് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്രാൻഡി ആൻഡ് സോഡ, ബ്രെഡ് ആൻഡ് ബട്ടർ, സ്ലോ ആൻഡ് സ്റ്റഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ദി സെക്രട്ടറി ആൻഡ് ട്രഷറർ വന്നാൽ എങ്ങനെ വരും, ദി സെക്രട്ടറി ദി ട്രഷറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും, മൈ അങ്കിൾ മൈ ഗാർഡിയൻ വന്നാൽ എങ്ങനെ വരും, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ വന്നാൽ എങ്ങനെ വരും, അത് പറഞ്ഞു. ഓർ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന സബ്ജക്റ്റ് എടുത്താൽ മതി, ആദ്യത്തെ സബ്ജക്റ്റ് എടുക്കേണ്ട. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കൊടുക്കാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. വളരെ നല്ല രീതിയിൽ നിങ്ങൾ റിയാക്ട് ചെയ്തു. അത് മറന്നു പോവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Good night. Thank you, good night. Okay, Agila Mol.